ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും ഒരു ഹെയർ ബാൻഡ് തന്നെയാണ് ചെയ്യുന്നത്. ഒരു പഴയ ക്ലോത്ത് ഞാൻ എടുത്തിട്ടിട്ടുണ്ട്. ഇതിനു മുൻപുള്ള വീഡിയോസ് കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്ന ഹെയർ ബാൻഡിന്റെ മെഷർമെന്റ്സ് എല്ലാം ഇപ്പോൾ പറയാം. 47x17 സെന്റിമീറ്റർ നീളത്തിലും വീതിയിലുമാണ് ഇത് എടുത്തേക്കുന്നത്. ഇത് 47 സെന്റിമീറ്റർ നീളം, 17 സെന്റിമീറ്റർ വീതി. അങ്ങനെ രണ്ട് മെറ്റീരിയൽ ഞാൻ മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് 28x7 സെന്റിമീറ്റർ, 28 സെന്റിമീറ്റർ നീളവും 7 സെന്റിമീറ്റർ വീതിയുമാണ് എടുത്തേക്കുന്നത്. ഇതിലിപ്പോ 17 സെന്റിമീറ്റർ വീതി വേണമെങ്കിൽ എടുത്താൽ മതി. 15 ആയാലും 14 ആയാലും കുഴപ്പമില്ല. എനിക്ക് കുറച്ച് വീതി വേണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും വീതി എടുത്തത്. വീതി കുറഞ്ഞ മതിയെങ്കിൽ അങ്ങനെ എടുക്കാം. ഓക്കെ. പിന്നെ അടുത്തത് എലാസ്റ്റിക് ആണ്. ഇത് 12 സെന്റിമീറ്റർ നീളത്തിലാണ് ഞാൻ ഈ ഒരു എലാസ്റ്റിക് എടുത്തേക്കുന്നത്. ഓക്കെ. ഇപ്പൊ ഇത്രയാണ് വേണ്ടത്. ഒരു പഴയ മെറ്റീരിയലോ അല്ലെങ്കിൽ നല്ല എന്തെങ്കിലും മെറ്റീരിയൽ ഇതുപോലെ മുറിച്ചെടുക്കുക. അത് കഴിഞ്ഞാൽ ഇതിനെ നമ്മളൊന്ന് ജോയിൻ ചെയ്യണം. ഈ ഒരു സൈഡ്, അതുപോലെ തന്നെ ഈ ഒരു സൈഡ്, എല്ലാത്തിൻ്റെയും സൈഡ് തമ്മിൽ ജോയിൻ ചെയ്യുക, ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഓക്കെ. ഇപ്പൊ സ്റ്റിച്ച് ചെയ്തിട്ട് ബാക്കി കാണാം. ഒന്നുകൂടെ പറയാണ്, ഇത്രയും വീതി എടുക്കണം എന്നില്ല, വീതി കുറച്ചെടുത്താലും മതി. എനിക്ക് കുറച്ച് വീതി വേണം, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വീതിക്ക് എടുത്തത്. ഓക്കെ. ഇനിയിപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ട് കാണാം. സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനെ തിരിക്കാം. ഇത് മുൻപ് കാണിച്ചിട്ടുള്ളത് പോലെയൊക്കെ തന്നെയാണ് ഈ തിരിക്കുന്നതൊക്കെ. ഇതിനു മുൻപുള്ള 2 വീഡിയോസിലും കാണിച്ചിട്ടുണ്ട്. വെറുതെ ജസ്റ്റ് ഇതൊന്ന് തിരിച്ചെടുക്കാം. അപ്പോൾ 2 തയ്ച്ചിട്ടുള്ള ഇത് രണ്ടും ഇതുപോലെ തന്നെ തിരിച്ചൊന്ന് എടുക്കാം. ഇത് കുടഞ്ഞെടുത്താൽ മതി. കുറച്ചൊന്ന് തിരിക്കുക, പിന്നെ കുടഞ്ഞൊന്ന് എടുക്കുക. ഇതിനെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ മിഡിൽ ഭാഗത്ത് വെച്ചിട്ട് സ്റ്റിച്ചിങ്ങിന് മിഡിൽ ഭാഗത്ത് വരുന്ന രീതിയിൽ ഇതിനൊന്ന് അയൺ ചെയ്യാം. അയൺ ചെയ്യുമ്പോൾ ഇതുപോലെ ഇങ്ങ് കിട്ടും. ഇതിനെ അതുപോലെ തന്നെ തിരിച്ചെടുത്ത് അതുപോലെ ഒന്ന് അയൺ ചെയ്ത് വൃത്തിയാക്കി വെക്കാം. രണ്ടും തിരിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് അയൺ ചെയ്യണം. ഇതും അതുപോലെ നമുക്ക് തിരിക്കാം. പിന്നെ വെച്ചിട്ടൊന്ന് തിരിച്ചെടുക്കാം. ഇവിടെ അത്യാവശ്യം നല്ല മഴയൊക്കെ ആയിട്ടിരിക്കുക കേട്ടോ. ഇവിടെ നല്ല തണുപ്പും നല്ല സുഖമൊക്കെയാണ് കിടന്ന് ഉറങ്ങാനൊക്കെ. ഭയങ്കര മടി വരുന്നുണ്ട് ഓരോന്ന് ചെയ്യാനും. വീഡിയോസൊക്കെ ഇടാനായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്, വർക്ക് ചെയ്യാനായിട്ട് മെറ്റീരിയൽസ് ഒക്കെ ഇരിപ്പുണ്ട്. പക്ഷെ ചെയ്യാൻ ഭയങ്കര മടി വരിക. രാവിലെ തന്നെ ഞാൻ ഉണർന്നത് തന്നെ എന്ത് ലേറ്റായിട്ടാണെന്നറിയോ. ഈ മഴ ആയതുകൊണ്ട് രാവിലെ ആകുന്നതൊന്നും അറിയാൻ പറ്റുന്നില്ല. അകത്തേക്ക് വെളിച്ചമൊന്നും വരുന്നില്ല. അതുകൊണ്ടാ വീഡിയോസൊക്കെ ഇങ്ങനെ പതുക്കെ ആയി പോകുന്നത്. എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. മഴയെ കുറ്റം പറഞ്ഞങ്ങ് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചു. എന്തായാലും ഞാൻ വർക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോസ് ഞാൻ ഇടാം. ഡ്രസ്സ് ഇരിപ്പുണ്ട്, ഞാനൊന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊന്ന് കംപ്ലീറ്റ് ആകുന്നതിൻ്റെ ഒരു താമസം മാത്രമേ ഉള്ളൂ. അതൊരു ഹാഫ് പോർഷൻ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷം ഞാൻ അതിൻ്റെ വീഡിയോ ഇടാം കേട്ടോ. ഇത് കുറച്ച് സെമി സിൽക്കിൻ്റെ മെറ്റീരിയലാണ്. അപ്പം അതിൻ്റെ എന്തേ കണ്ടോ, നൂലെല്ലാം ഇങ്ങനെ ഇളകി വരും. ഇതെന്താ തിരിയാത്ത? ഓക്കെ. അപ്പം നമുക്കിത് തിരിച്ചെടുത്തു. ഇതിന് നമുക്കൊന്ന് അയൺ ചെയ്തെടുക്കാം.
അയൺ ചെയ്തെടുക്കുന്നതിന് മുൻപ് ഇതിനകത്തൂടെ നമുക്കിങ്ങനെ ഇതും കൂടി ഒന്ന് കയറ്റി വെക്കാം. കയറ്റുമ്പോൾ ഇതിൻ്റെ എൻഡിൽ കൂടി ഇത് പുറത്ത് പോകാതെ നോക്കണേ, അല്ലെങ്കിൽ പിന്നെ അത് തിരിച്ചെടുക്കാൻ കിടന്ന് കഷ്ടപ്പെടേണ്ടി വരും. അതിങ്ങനെ ഇതങ്ങ് പുറത്ത് പോകും. പുറത്ത് പോകാതെ ഇതൊന്ന് കയറ്റിയെടുക്കാം. സൂചി നൂല് വെച്ചിട്ട് കോർത്ത് പുറത്തെടുത്താലും മതി. എനിക്കത് ചെയ്യാൻ ഭയങ്കര മടിയായതുകൊണ്ട് ഞാൻ ഇതെടുത്തേ, ഇങ്ങനെ ചെയ്തേ. ഓക്കെ, അപ്പോൾ അത് തിരിച്ചെടുത്തു. അപ്പം അതിനകത്ത് കയറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യണം, ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യണം, ഇതൊന്ന് അയൺ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ചെയ്ത് ബാക്കി കാണിക്കാം. ഓക്കെ, അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേ മിഡിലിൽ വരുന്ന രീതിയിൽ, സ്റ്റിച്ച് മിഡിലിൽ വരുന്ന രീതിയിൽ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ ആക്കുക, ഇതൊന്ന് ഇങ്ങനെ മടക്കുക. നല്ല സൈഡ് ഏതാണോ അത്, ഇതാണ് സ്റ്റിച്ചിങ് കാണുന്നത്, ഒന്ന് മടക്കുക. എന്നിട്ട് ഇതൊന്ന് വെച്ച് ഒന്ന് ഇങ്ങനെ പൊതിഞ്ഞ് ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. അപ്പം ഇങ്ങനെ എടുക്കുമ്പോൾ അതങ്ങ് മറിഞ്ഞു വരും. ഓക്കെ, അപ്പം ഇതിന് സ്റ്റിച്ച് ചെയ്തിട്ട് കാണിക്കാം. സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അതിനൊന്ന് മറിച്ചെടുക്കുക. ഓക്കെ, ഇവിടെ കാണാൻ പറ്റാത്ത രീതിയിൽ അതങ്ങ് മറിഞ്ഞു വരും. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനകത്തൂടെ ഇതിങ്ങനെ ഒന്ന് ആക്കിയെടുക്കുക. ഇങ്ങനെ ലോക്കായിട്ട് വരുന്ന രീതിയിൽ ഇങ്ങനെ ഒന്ന് ആക്കിയെടുക്കുക. അത് കഴിഞ്ഞ് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിനെ ഒന്ന് വെച്ച് പൊതിഞ്ഞെടുക്കുക. പൊതിഞ്ഞെടുത്തിട്ട് ഇതിങ്ങനെ തിരിച്ചു വരുമ്പോൾ കറക്റ്റ് ഈ സാധനം കറക്റ്റായിട്ട് തന്നെ വരുന്നുണ്ടോ എന്നുള്ളതൊന്ന് നോക്കണം. നോക്കിയിട്ട് വേണം അതിനെ സ്റ്റിച്ച് ചെയ്യാൻ. ഓക്കെ, സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിനെ തിരിക്കാം. ദേഹത്തുള്ളതൊന്നും കാണാൻ പറ്റാത്ത രീതിയിൽ നമുക്ക് തിരിച്ചിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഉപയോഗം എന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മൾ കുറച്ച് ദിവസമൊക്കെ ഇടുമ്പോൾ ഇത് എലാസ്റ്റിക് അല്ലേ, ഇത് കുറച്ചൊന്ന് വലിയും, തലയിലൊന്ന് ലൂസാവും ഈ ഹെയർ ബാൻഡ്. നമുക്ക് വീണ്ടും ഇതിനെ ഒന്ന് അകത്തേക്ക് കുറച്ചും കൂടെ കയറ്റി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ, രണ്ട് സൈഡൊന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ടൈറ്റ് ആകും. അങ്ങനെ ഒരു ഉപയോഗം ഉണ്ട് കേട്ടോ ഇതിന്. ഈ ഒരു സൈഡും ഉണ്ട്. ഓക്കെ, ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത്. കണ്ടല്ലോ അല്ലേ? അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീതി കുറയ്ക്കണം എന്നുള്ളവർക്ക് വീതി കുറയ്ക്കാം. എനിക്ക് ഇത്രയും വീതി ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും വീതി എടുത്തത്. ഓക്കെ, ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക. ഇനി സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഇടുന്നുണ്ട്, അതുപോലെ തന്നെ വേറെ കുറച്ച് DIYസിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇടുന്നുണ്ട്. മടി പിടിക്കാതെ പെട്ടെന്ന് തന്നെ ഞാൻ വരുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ, അതിനു മുൻപ് ഞാൻ ഇടുന്ന വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ ബൈ.